മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര മണ്ടയ്ക്കാട് ദേവി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആറ്റിങ്ങൽ മാമം ശിവൻകോവിലിൽ ഒരു ദർശനം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിച്ചത്. ഏകദേശം 5:15 ഞങ്ങൾ ദർശനത്തിന് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി. ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ 25 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് യാത്ര. ഇവിടെ നിന്ന് നേരെ ഒറ്റ സ്ട്രെച്ചിൽ നേരെ മണ്ടയ്ക്കാട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ക്ഷേത്രത്തിലെ ദർശനം എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഏകദേശം 95 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഇന്നത്തെ യാത്ര. കാരണം രാവിലെ ഇറങ്ങുന്നതുകൊണ്ട്, കാരണം റോഡ് പണികളെല്ലാം നടക്കുന്നതുകൊണ്ട് റോഡ് കറക്റ്റ് ക്ലിയറാണ്, കാണുന്നുമില്ല. പിന്നെ ബൈപ്പാസിലേക്ക് കയറിയതിന് ശേഷമാണ് നമുക്ക് കുറച്ച് മൂവ്മെൻ്റ് ആയി തുടങ്ങിയത് തന്നെ. അങ്ങനെ ഏകദേശം യാത്രകളെല്ലാം കടന്ന് ഏകദേശം നമ്മളുടെ കേരളത്തിൻ്റെ ബോർഡറിലെത്തി. ബോർഡറിന് അവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് എൻട്രി ആയി. ഇവിടെ നിന്നും അങ്ങോട്ട് റോഡുകളെല്ലാം അതിമനോഹരമാണ്. റോഡുകളൊന്നും പ്രശ്നമുള്ളൂ, പക്ഷേ ഇവിടെയുള്ള ഹമ്പുകളാണ് വലിയ പ്രശ്നം. അതാ വിദൂരതയിൽ കാണുന്ന ഇതാണ് മണ്ടയ്ക്കാട് ദേവീക്ഷേത്രം. അങ്ങനെ അവസാനം നമ്മൾ മണ്ടയ്ക്കാട് ദേവീക്ഷേത്രത്തിൽ എത്തി. ഇവിടെ നിന്ന് ക്ഷേത്ര ദർശനത്തിന് മുന്നേ നമ്മൾ ഏകദേശം ക്ഷേത്രത്തിൽ നിന്നും 200 മീറ്റർ അകലെ ആണ് നമ്മുടെ കടൽ. അപ്പോൾ കടലിൽ പോയി കാലും ശരീരവും എല്ലാം ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ നിന്നും കടലിലേക്ക് ഉള്ള വ്യൂ അതിമനോഹരമായിരുന്നു കാണാൻ തന്നെ. കാരണം രാവിലെ ഉള്ള ഒരു സീനായതുകൊണ്ട് നമ്മളുടെ സൂര്യപ്രകാശം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് വരുന്നത്. നമ്മുടെ യാത്രകൾ എപ്പോഴും എൻ്റെ സാരഥിയായിരിക്കുന്നത് ഓംകാർ അല്ലെങ്കിൽ ഓജസ്. കാരണം അവർക്ക് മാപ്പിനെ കുറിച്ച് അത്യാവശ്യം നല്ല നോളജ് ഉണ്ടാവും. ബാക്കി എനിക്ക് ഡ്രൈവ് ചെയ്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് പറഞ്ഞു തരിക. അങ്ങനെ നമ്മളുടെ ശരീരശുദ്ധി നടത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ആരിറങ്ങും എന്നുള്ള കൺഫ്യൂസായിട്ടിരിക്കുമ്പോൾ ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. 2 പേരും പോയിട്ടുണ്ട്. ആദ്യം വെള്ളം എടുത്തിട്ട് വരുമെന്ന് കാണാം. അങ്ങനെ നിന്നിരിക്കുമ്പോൾ അതേപോലെ തന്നെ തിരിച്ചു ഓടി വന്നു. അവസാനം കുറച്ച് വെള്ളം എടുത്ത് വന്ന് ഞങ്ങളുടെ ശരീരശുദ്ധി എല്ലാം ചെയ്തു തന്നു. അങ്ങനെ ഓജസ്സിനെ വിളിക്കുന്നുണ്ട് ഞാൻ, പാടാൻ. അങ്ങനെ ഓജസ്സിന് ഒരു കൺഫ്യൂസിൽ നിൽക്കുകയാണ്, ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസിൽ നിൽക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ വരാം എന്നുള്ളൊരു മറുപടി മാത്രമേ ഉള്ളൂ. അവസാനം അവനെ തിരിച്ചു കൂട്ടി എല്ലാവരെയും അവിടെ നിർത്തിയതിന് ശേഷം, ദേഹശുദ്ധിയെല്ലാം വരുത്തിയതിന് ശേഷം ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം എന്നുള്ള കാര്യത്തിലാണ് വിളിച്ചത്. അങ്ങനെ എല്ലാവരും വന്നു. അവസാനം ഒത്തുകൂടി അടുത്ത് നിന്നൊരു ചേച്ചിയുടെ അടുത്ത് കൊടുത്ത് ഒരു ഫാമിലി ഫോട്ടോ എടുക്കേണ്ടായി. മണ്ടയ്ക്കാട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിൽ കൊളച്ചൽ എന്ന സ്ഥലത്താണ്. ഇതാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം. വളരെ ഐതിഹ്യവും വളരെ ശക്തിയുള്ളതുമാണ് ഇവിടുത്തെ ദേവി. ക്ഷേത്രത്തിൽ പ്രസാദം തരുന്നത് ചില പ്രത്യേകതകളുണ്ട്. കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ചന്ദനം കൈകളിലായിരിക്കും തരുന്നത്. എന്നാൽ ഇവിടെ ചന്ദനവും കുങ്കുമവും ഒരു ഇലയിൽ വെച്ചാണ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. ഇവിടെ ദേവിയുടെ വിഗ്രഹം ചിതൽപുറ്റിൽ നിന്നും രൂപം കൊണ്ടതാണ്. അതുകൂടാതെ ഏകദേശം 15 അടിയോളം ഉയരവും ഇപ്പോൾ ഉണ്ട്. അതുകൂടാതെ ഈ പുറ്റ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം രൂപം കൊണ്ടതെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെ എല്ലാ ദിവസവും പൊങ്കാല ഇടാം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത യാത്ര വേറെ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങളടുത്ത് പറയുന്നതാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.